ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നന്ദേനെയാണ് കേട്ടോ. അങ്ങനെ നന്ദ ഗൗതമിനെ കാത്തു നിൽക്കുകയാണ്. വരുന്നുമില്ല, ഒരു ഫോൺ കോളും ഇല്ല, ആ ഒരു അവസ്ഥയാണുള്ളത്. അങ്ങനെ നമ്മുടെ നന്ദ എങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു നോക്കാം. ഇതുവരെ ഇങ്ങോട്ടേക്ക് വിളിക്കാത്തത് വേറെ ഒന്നുകൊണ്ടും അല്ല, എല്ലായിടത്തും അങ്ങനെയാണല്ലോ, പുരുഷന്മാർക്കാണല്ലോ കുറച്ച് വാശി കൂടുതൽ. സ്ത്രീകൾ താന്നു കൊടുക്കുന്നതാണല്ലോ പുരുഷന്മാർക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് തന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് ഫോൺ വിളിക്കാൻ കേട്ടോ. അപ്പോൾ ഇതേ സമയമായിക്കോട്ടെ നമ്മുടെ ഗൗതമാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരുന്നുറങ്ങുക. അഭിരാമി അടുത്ത് കിടന്നുറങ്ങുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറ സൈഡിലായിട്ട് ഇരുന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൺ കോൾ വന്നു. പെട്ടെന്ന് ഫോൺ കോൾ വന്നപ്പോൾ നമ്മുടെ ഗൗതം ഫോൺ എടുത്തു. അപ്പോൾ ഫോൺ എടുത്തിട്ട് വേണ്ട, വിളിക്കുന്നത് നന്ദയാ, കള്ളങ്ങൾ പലതും പറയേണ്ടി വരും, എടുക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് എടുക്കണ്ട എന്ന് പറഞ്ഞ് ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കാതെയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്ക് വല്ലാത്ത വിഷമമായി കേട്ടോ. നന്ദ, ഇതെന്താ സാറ് ഫോൺ എടുക്കാത്ത, എവിടെയാണെന്ന് പോലും അറിയില്ല, ഇനിയിപ്പം എന്താ സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. പിന്നെ നേരം പരപര വെളുക്കുന്നു. നേരം വെളുത്ത് കഴിഞ്ഞ് ഇന്ത്യവരം തറവാടാണ് കാണിക്കുന്നത്. അവിടെ അരുന്ധതി ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു, ലക്ഷ്മി ഇങ്ങനെ ചായയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അരുന്ധതി പറഞ്ഞു, ഇതെന്തു പറ്റി, ആരെയും കാണുന്നില്ലല്ലോ, എല്ലാവരും നേരത്തെ ഇറങ്ങി വന്നുകൊണ്ടിരുന്നതാണല്ലോ, ഇന്ന് ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അർജുനും പിങ്കിയും വന്നത്. അങ്ങനെ അർജുനും പിങ്കിയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓഹോ, ഇതെന്താ വല്യമ്മ എന്നെ തിരക്കാതിരുന്നത്, അല്ല ഇവിടെ പെണ്ണുങ്ങൾ മാത്രമേ തിരക്കുന്നുള്ളൂ എന്ന് ചോദിച്ചപ്പം ആണുങ്ങൾ എണീറ്റാൽ എന്താ, എണീറ്റില്ലെങ്കിൽ എന്താ, ആണുങ്ങൾ എപ്പോൾ വേണമെങ്കിലും എണീറ്റോട്ടെ, പക്ഷെ പെണ്ണുങ്ങൾ അതുപോലെയല്ല, കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ പെണ്ണുങ്ങൾ നേരത്തെ തന്നെ എണീക്കണമെന്ന് പറഞ്ഞപ്പോൾ പിങ്കി പറഞ്ഞു, അതെ ഇപ്പോഴുള്ള ഫെമിനിസ്റ്റുകളൊന്നും ഇത് കേൾക്കണ്ട കേട്ടോ, ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിനി കുടയും പിടിച്ച് ഇതിൻ്റെ പുറകെ ഇറങ്ങും. എന്ത് ഫെമിനിസ്റ്റുകളാണെന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾ എണീക്കേണ്ട സമയത്ത് എണീറ്റില്ലെങ്കിൽ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവില്ല. അതെല്ലാ കാരണവന്മാർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അല്ല, നന്ദേനെ ഇതുവരെ കണ്ടില്ലല്ലോ, എന്തു പറ്റി എനിക്ക് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നന്ദ ഇറങ്ങി വന്നു. നന്ദ ഇറങ്ങി വന്നത് 9 മണിക്ക് മുമ്പാണ് കേട്ടോ. അപ്പം നന്ദ ഇന്ന് 9 മണിക്ക് മുമ്പ് എണീറ്റിട്ടുണ്ടല്ലോ, സാധാരണ 9 മണി കഴിഞ്ഞാണല്ലോ വരാറ് പതിവ് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ അർജുൻ പറഞ്ഞത്, അതെന്താ നന്ദയ്ക്ക് മാത്രം ഇത്രയ്ക്ക് പ്രത്യേകത ഇരിക്കുന്നത്, ബാക്കി എല്ലാവർക്കും എപ്പോഴും എണീക്കാം, അതുമല്ല നന്ദ നേരത്തെ എണീറ്റാ കുറ്റം, നേരത്തെ എണീറ്റില്ലേ കുറ്റം, എന്താ വല്യമായി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയുടെ മുഖം അങ്ങ് വല്ലാണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മി വന്നിട്ട് മോളെ ഇന്നാ ചായ എന്നൊക്കെ പറഞ്ഞ് ചായ കൊടുത്തപ്പോഴത്തേക്കും അമ്മ എനിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞു നന്ദ. അതെന്താ മോൾക്ക് ചായ വേണ്ടാത്തത്, അത് പിന്നെ എന്തു പറ്റി, മോളുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ, അത് പിന്നെ ഇതുവരെ ഗൗതം വന്നിട്ടില്ലമ്മേ. ഗൗതം ഇതുവരെ വന്നില്ലെന്നോ, പിന്നെ ഗൗതം ഇത് എവിടെ പോയതാ, അല്ല അവൻ ഫോൺ വിളിച്ചില്ലേ, ഇല്ല ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഞാൻ കുറേ തവണ ട്രൈ ചെയ്ത് നോക്കിയതാ, എന്താണെന്ന് അറിയില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി അതെന്തായിരിക്കും അങ്ങനെ, ഇവൻ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്, എവിടെയാണെന്നൊന്ന് വിളിച്ചു പറയായിരുന്നെങ്കിൽ മനുഷ്യന് സമാധാനമില്ലെങ്കിൽ കിട്ടത്തില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മോഹിനി അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അല്ല ഇനിയിപ്പോൾ മറ്റേ കാടൻകൊല്ലിയുടെ പുറകെ പോയതാണോ എന്ന് അറിയത്തില്ലല്ലോ, ചിലപ്പോൾ അതിൻ്റെ പുറകെ കടിച്ചു തൂങ്ങി പോയതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അരുന്ധതി പറഞ്ഞു, മോഹിനി നിനക്കറിയില്ലേ ആ കേസൊക്കെ ഇവിടെ തീർന്നതല്ലേ, അല്ല ഇനിയിപ്പം അതിൻ്റെ ബാക്കി കേസുണ്ടോ എന്ന് അറിയില്ലല്ലോ, ഏതോ ഒരു ക്യാപ്റ്റനെയും കൂടെ കിട്ടാനൊക്കെ ഉണ്ടെന്നാ പറയുന്നത് കേട്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ നന്ദ പറഞ്ഞത്, ഇതൊന്നുമല്ല, ഇത് അതിൻ്റെ പുറകെ ഒന്നുമല്ല, ഇത് അഭിരാമി എന്ന് പറയുന്ന പെണ്ണിൻ്റെ പുറകെ പോയതാന്ന് പറഞ്ഞു. പെട്ടെന്ന് അങ്ങോട്ട് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി, അഭിരാമിയോ, അല്ല അഭിരാമി എന്നല്ല, ഒരു പെണ്ണിൻ്റെ പുറകെ പോയതാന്ന് പറഞ്ഞു, ഒരു പെണ്ണിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് എല്ലാവരും ഞെട്ടിപ്പോയല്ലോ. ഏറ്റവും കൂടുതൽ ഞെട്ടിയത് നമ്മുടെ പിങ്കിയാണ് കേട്ടോ. പിങ്കി ചോദിച്ചു, പെണ്ണോ, ഏത് പെണ്ണിൻ്റെ കൂടെ ഗൗതം പോയതെന്ന് ഇങ്ങനെ പെട്ടെന്ന് പേടിച്ച് വിറച്ച് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അർജുൻ പറഞ്ഞു, അല്ല ഏത് പെണ്ണിൻ്റെ കൂടെയാണ് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പെണ്ണുങ്ങളെയും പിങ്കി നിനക്കറിയാമോ, അല്ല ഗൗതമേട്ടന് പരിചയമുള്ള എല്ലാ പെണ്ണുങ്ങളെയും നിനക്കറിയാമോ എന്ന് ചോദിച്ചു. അല്ല അർജുൻ, എല്ലാ പെണ്ണുങ്ങളെയും എനിക്ക് അറിയത്തില്ലെങ്കിലും പേര് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാമെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ പറഞ്ഞു, പേര് വേറൊന്നുമല്ല അഭിരാമി എന്നാന്ന് പറഞ്ഞു. അപ്പോൾ അഭിരാമി ആ ഒരു ഇതിൽപ്പെടുന്ന ഒരു പെണ്ണിനെ ഇതുവരെ ആ ഒരു പേരിൽ അങ്ങനെ അറിയില്ല കേട്ടോ. പെട്ടെന്ന് അവിടെയുള്ളവർക്കോ അർജുനോ ഒന്നും പിടികിട്ടിയില്ല, ഈ അഭിരാമി ആരാണെന്ന് പിടികിട്ടിയില്ല. അഭിരാമി വന്നിട്ട് മോളെന്താ ഇത് നേരത്തെ പറയാതിരുന്നെന്ന് ലക്ഷ്മി ചോദിച്ചപ്പം, അത് പിന്നെ അമ്മ വെറുതെ എന്തിനാ പറയുന്നത്, പിന്നെ എൻ്റെ മനസ്സിൽ ഇത് കിടപ്പുണ്ടായിരുന്നു, അല്ല അഭിരാമി ആരാണെന്ന് നിനക്ക് ചോദിക്കത്തില്ലായിരുന്നോ എന്ന് അരുന്ധതിയും ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ചോദിച്ചതാ, അപ്പം എന്നോടൊന്നും പറഞ്ഞില്ല, എന്തോ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അർജുനും അഭിരാമി അതാരാണപ്പാ എന്നിങ്ങനെ നമ്മുടെ അർജുനും ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു.
അങ്ങനെ പിങ്കി ആണെങ്കിൽ മനസ്സിൽ വേറെ ഒന്നുമല്ല വിചാരിച്ചത്, അഭിരാമി ഇതേതപ്പം പുതിയൊരു താരം, എൻ്റെ അർജുൻ്റെ അടുത്ത് ഇനിയിപ്പോൾ പുതിയൊരു പെണ്ണ് വന്നത് ഏതാണ് എന്ന് പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുക. ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ അഭിരാമീനെയും അതുപോലെ ഗൗതമിനെയാണ്. അങ്ങനെ ഗൗതം അഭിരാമിക്ക് ഇങ്ങനെ കഞ്ഞിയൊക്കെ കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടെ കുടിക്കുക എന്നൊക്കെ പറയുന്നു, മതി മതി എന്ന് പറയുമ്പം. അപ്പോൾ അഭിരാമി ഇങ്ങനെ തൻ്റെ ഭർത്താവ് തന്നെ ഭക്ഷണം കഴിപ്പിക്കുന്നതും തൻ്റെ ഭർത്താവ് പറയുന്നതും ഒക്കെ ആയിട്ട് തോന്നുക. മോള് നല്ലോണം ആഹാരം കഴിക്കണം, ഇത് നമ്മുടെ കുഞ്ഞാണ്, നമ്മുടെ കുഞ്ഞൊരു പോരാളിയാണ്, അപ്പോൾ അവന് നല്ല ആരോഗ്യമൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇത് ഓർക്കുകയാണ് നമ്മുടെ അഭിരാമി. അപ്പം ഗൗതം ചോദിച്ചു, എന്താ ആമി നീ എന്താ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഹേ, അത് വേറെ ഒന്നുമല്ല, ഞാനൊന്നും ചിന്തിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഗൗതമിൻ്റെ കുടുംബം അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. എൻ്റെ കുടുംബം ഇന്ദീവരത്തിൽ നീ വന്നിട്ടുണ്ടല്ലോ, ഇനി അതിനെക്കുറിച്ച് എന്ത് പറയാനാ? അതല്ല, ഭാര്യനെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. ആ, ഭാര്യ ഉണ്ട് എനിക്ക്, അളകനന്ദ, ഞാൻ നന്ദാന്ന് വിളിക്കും. എന്താ, കാണാനൊക്കെ സുന്ദരിയാണോ? കാണാനും സുന്ദരിയാ, അതുപോലെ തന്നെ മനസ്സ് അതിനേക്കാൾ നല്ല സുന്ദരമാണ്. സത്യത്തിൽ കാണാൻ സുന്ദരിയും മനസ്സ് സുന്ദരവുമായൊരു ഭാര്യനെ കിട്ടാനേ അത് ഭാഗ്യം ചെയ്യണ്ടേ? അങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ വളരെ കുറവല്ലേ? എന്താണ് നിൻ്റെ അഭിപ്രായം എന്നിങ്ങനെ ആമിയോട് ചോദിച്ചപ്പം, എൻ്റെ അഭിപ്രായത്തിന് എന്ത് പ്രസക്തി ഇരിക്കുന്നു? എനിക്ക് ഇപ്പം അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം കേൾക്കാനോ ആരും തയ്യാറാവില്ലല്ലോ. അങ്ങനെ ഒരാളാണല്ലോ ഞാൻ എന്നിങ്ങനെ അർത്ഥത്തിൽ നമ്മുടെ ആമി ഇങ്ങനെ സംസാരിച്ചു. അല്ലെങ്കിൽ ഒരിക്കലും നല്ല കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ഗൗതമിന്. അതെ, ഈശ്വരൻ്റെ ഓരോ ഇതുണ്ടല്ലോ, അത് തിരുത്താൻ ആർക്കും പറ്റില്ലല്ലോ. എൻ്റെ തലയിൽ നല്ലൊരു വര തന്നെയാണ് വരച്ചത്, അതുകൊണ്ടാണ് എനിക്ക് നല്ലൊരു ഭാര്യനെ കിട്ടിയതെന്ന് പറഞ്ഞപ്പം, അത് ശരിയാ ഗൗതം പറഞ്ഞത്. എനിക്ക് ഇങ്ങനെയൊരു ജീവിതം കിട്ടിയതും ചിലപ്പം ഈശ്വരൻ്റെ വിധി തന്നെയായിരിക്കും, അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊരു ജീവിതം കിട്ടിയത്. എന്തെങ്കിലും ആകട്ടെ, ഏതായാലും ദൈവം തന്ന ജീവിതം ജീവിച്ച് തീർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഗൗതം ചോദിച്ചു, അല്ല, എന്താ നിൻ്റെ ജീവിതത്തിന് പറ്റിയത്? എന്താണ് പ്രശ്നം? എന്താണ് നിനക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ തോന്നാനുള്ള കാരണം? അത് പിന്നെ ആദിയോടുള്ള ആ ഒരു സ്നേഹം ഇതിനെല്ലാത്തിനും കാരണം. അവൻ്റെ ചിന്തകൾ അത് ഞാനും സ്വീകരിച്ചു. പക്ഷേ ആ ചിന്തകൾ എന്നെ ഇത്രയും സ്വാധീനിക്കുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയത്. അച്ഛൻ, അമ്മ, പിന്നെ സഹോദരങ്ങൾ, ഇവരെ എല്ലാവരെയും എനിക്ക് വിട്ടുകളയേണ്ടി വന്നു. എന്നിട്ട് ഞാൻ ഈ ഒരു ദൗത്യം മാത്രം ഏറ്റെടുത്തു. ഇനി എനിക്കൊന്നു മാത്രമേ ഉള്ളൂ, അഭിരാമി അഖിലായിരുന്നുവെന്ന് പുറലോകം അറിയാൻ പാടില്ല. അതുമാത്രം ഞാനിപ്പം ആഗ്രഹിക്കുന്നത്. അമ്മയും അനുജത്തിമാരും അതുപോലെ എൻ്റെ അച്ഛനുമൊക്കെ ആരുടെയും മുമ്പിൽ തല കുനിക്കാൻ പാടില്ല. അതുമാത്രമേ ഉള്ളൂ എനിക്കിപ്പം. ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് അവരെ. അതുപോലെ തന്നെ ഇപ്പം ഗൗതം ഇപ്പം എൻ്റെ ദൈവമാണ്, അതുപോലെ തന്നെ എൻ്റെ അധികാരിയാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ ഗൗതം കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ ആരും ഉള്ളൂ. എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരാൾ ചിലപ്പം ദൈവം അയച്ചതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം പിന്നെയും കാണിക്കും നമ്മുടെ നന്ദേനെയാണ് കേട്ടോ. അപ്പം നന്ദ വല്ലാത്ത ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതുവരെ ഭർത്താവിൻ്റെ വിവരമൊന്നും ഇല്ലല്ലോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പിങ്കി വരുന്നത്. പിങ്കി നോക്കുമ്പോഴത്തേക്ക് നന്ദ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പം പിങ്കി അടുത്ത് വന്നു. എന്നിട്ട് പിങ്കി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഗൗതമിനെ വിളിച്ചത് ആരാണെന്ന് അറിയണമെങ്കിൽ ഇപ്പം ചെന്ന് നന്ദയോട് തന്നെ ഒന്ന് ചോദിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് നേരെ നന്ദയോട് ചോദിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നിട്ട്, അതെ നന്ദ, ഒരു ജ്യൂസ് എടുക്കട്ടെ? എനിക്കെന്തിനാ ജ്യൂസ്? അല്ല, ഞാനൊരു ജ്യൂസ് കുടിച്ചു, അപ്പം ഞാൻ ഓർത്തു നിനക്കൂടെ ഒരു ജ്യൂസ് തരാമെന്ന്. ദൈവമേ, എനിക്കൊന്നും വേണ്ട, ശല്യപ്പെടുത്താതിരുന്നാൽ മാത്രം മതി പിങ്കി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് നമ്മുടെ അർജുൻ അങ്ങോട്ടേക്ക് വരുന്നത്. അർജുൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, ഇതെന്താ രണ്ടാളും ഒരുമിച്ച്? അല്ല, ഇങ്ങനെ ഒരു സീൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്തതാണല്ലോ. അപ്പോൾ പിങ്കി ചോദിച്ചു, അതെന്താ അർജുൻ അങ്ങനെ ഒരു സംസാരം? അതെന്താ, എനിക്ക് നന്ദയോട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാൻ പറ്റില്ലേ? ശത്രു രാജ്യങ്ങൾ തമ്മിൽ വെടിവെപ്പൊക്കെ നിർത്തലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ വഴിയല്ലേ അറിയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ മറ്റുള്ളവരെങ്ങനെ അറിയും? എന്താ അർജുൻ ഇത്? ഞാൻ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന പോലെയാണല്ലോ അർജുൻ സംസാരിക്കുന്നത്. നീ എന്താ നന്ദ ഒരു മറുപടിയും പറയാതിരിക്കുന്നത്? നിനക്കിതിന് പറയാനൊന്നുമില്ലേ? അപ്പം നന്ദ പറഞ്ഞു, പിങ്കിയുടെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാകാതെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? അതെ, നീ ആകെ പുകഞ്ഞിരിക്കുകയല്ലേ നന്ദ. ഗൗതത്തിൻ്റെ കാര്യത്തിൽ നിനക്ക് വല്ലാത്തൊരു വേദനയല്ലേ, അതുകൊണ്ടാണ് ഞാനൊരു ജ്യൂസ് വേണമെന്ന് ചോദിച്ചത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും അർജുൻ, ഓഹോ, അപ്പം കൊള്ളാലോ. അല്ല, ഗൗതമേട്ടൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് പോകേണ്ട കാര്യമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പോയത് തന്നെ ആയിരിക്കും.
അപ്പം ഗൗതമ വിളിച്ച പെണ്ണോ, അതെന്താ അർജുൻ ഒന്നും പറയാത്തെ? അതിപ്പം വല്ല പോലീസുകാരി വല്ലതായിരിക്കും. അല്ല എങ്കിൽ പിന്നെ ഗൗതമിനെ വിളിച്ച് കാര്യം പറഞ്ഞൂടെ എന്നും ഇങ്ങനെ പിങ്കി ചോദിച്ചു. അപ്പം ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ശരിയാണ്. അപ്പം നമ്മുടെ നന്ദ ഇങ്ങനെ ചിന്തിക്കുക, അത് ശരിയാണല്ലോ, അതെന്താ ഗൗതം അങ്ങനെയൊന്നും ചെയ്യാത്തതെന്നും ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം പിങ്കി കാരണം കൂടുതൽ സംശയങ്ങൾ നമ്മുടെ നന്ദയുടെ മനസ്സിലേക്ക് കയറുകയാണ്. അപ്പോഴത്തേക്കും പുറത്താരോ വന്ന് ബെല്ലടിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോഴത്തേക്കും വേറെ ആരുമല്ല, ഐ ജിയാണ്. അപ്പോൾ ഐ ജിനെ കണ്ടതും നന്ദ കയറി വരാൻ പറഞ്ഞു. സോറി, ഐ ജി അല്ല, കമ്മീഷണറാണ് കേട്ടോ. അപ്പോൾ കയറി വരാൻ പറഞ്ഞു. അപ്പം കയറി വന്ന് അവിടെ ഇരുന്നു. അപ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടിയാണ്. കമ്മീഷണർ വീട്ടിൽ വരുമ്പോൾ ആ ഒരു ബഹുമാനമൊക്കെ കൊടുത്താണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ നന്ദയ്ക്ക് എന്തോ ഒരു ചെറിയ പേടിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കമ്മീഷണർ പറഞ്ഞു, എനിക്കൊരു റിലേറ്റീവിൻ്റെ വീട് വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓർത്തു ഗൗതമിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന്, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഗൗതമിനെ ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അർജുൻ ചോദിച്ചു, അല്ല ഗൗതമേട്ടൻ ഇവിടെ ഇല്ല സാർ. ഓ ഐ സി, അല്ല എന്തെങ്കിലും പേഴ്സണൽ ആവശ്യത്തിന് പോയതായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ വീണ്ടും ഒന്ന് വല്ലാണ്ടങ്ങ് പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. കാരണം പോലീസുകാർ പറഞ്ഞിട്ട് പോയതാ, അതായത് ഐ ജിയോ കമ്മീഷണർ കണ്ട് പറഞ്ഞിട്ട് പോയതാണെന്നാണല്ലോ നമ്മുടെ നന്ദയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നന്ദ പറഞ്ഞു, അല്ല കാടൻകൊല്ലിയിൽ ഇപ്പോഴും ഡ്യൂട്ടി ഇല്ലേ? അപ്പോൾ അവിടെ ഡ്യൂട്ടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അത് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ കമ്മീഷണർ പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് കമ്മീഷണർ ഫോൺ എടുത്ത് നമ്മുടെ ഗൗതമിനെ വിളിക്കുകയാണ്. ഹലോ മിസ്റ്റർ ഗൗതം എവിടെയുണ്ട് ഗൗതം എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം പറഞ്ഞു, അയ്യോ സോറി സാർ, എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല, ഞാൻ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിൽപ്പെട്ട് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. 2 ദിവസം കൂടി ഞാൻ ലീവ് വേണമെന്ന് പറഞ്ഞ് ഒരു മെയിൽ അയച്ചിരുന്നു, ആ മെയിൽ കണ്ടില്ലേ? ഞാൻ മെയിൽ ചെക്ക് ചെയ്തില്ലടോ, എനിക്ക് മെയിൽ ചെക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു. ഏതായാലും ഇതൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ ഐ ജി ഫോൺ വെച്ചു. സോറി, ഐ ജി അല്ല, കമ്മീഷണർ ഫോൺ വെച്ചു. നന്ദയ്ക്ക് ആകെപ്പാടെ മൊത്തം ഒരു വശവശക്ക് തോന്നുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇവർ ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ച എന്തോ കാര്യത്തിനാണെന്ന് പറഞ്ഞല്ലേ നമ്മുടെ ഗൗതം പോയത്. അപ്പോൾ ആകെപ്പാടെ മൊത്തം വശപശകാവുകയാണ്. എന്നിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞ് കമ്മീഷണർ പറഞ്ഞു, അയ്യോ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചെന്ന് പറയാൻ മറന്നുപോയി. സാരയില്ല, വരുമ്പോൾ പറഞ്ഞാൽ മതി, എന്തോ പേഴ്സണൽ കാര്യത്തിന് പോയതാണെന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞു, അയ്യോ ഒരു ചായ പോലും കുടിക്കാതെ സാർ. ചായയൊക്കെ അത് ഞാൻ പിന്നെ ഒരു ദിവസം വരുമ്പോൾ കുടിക്കാം, ഞാൻ ഗൗതം ഉള്ളപ്പോൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങ് പോയിട്ടോ, കമ്മീഷണർ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും സംശയങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പം നമ്മുടെ പിങ്കി പറഞ്ഞു, ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതല്ലേ എന്തോ ചെറിയ സംശയം ഉണ്ടെന്ന്. അപ്പോഴത്തേക്കും നന്ദ ഓടിച്ചെന്നിട്ട്, ദേ പിങ്കി, നീ എന്താ പിങ്കി പറയുന്നത്? നിനക്ക് ഇതുവരെ മനസ്സിലായില്ല നന്ദേ, ഇത് ഡ്യൂട്ടി ഒന്നുമല്ല, ഏതോ ഒരുത്തി വിളിച്ചിട്ട് പോയതാ. അപ്പോൾ അർജുൻ പറഞ്ഞു, നീ എന്ത് പണിയായി കാണിക്കുന്നത് പിങ്കി? നന്ദയുടെ മുമ്പിൽ വെച്ചാണോ ഇപ്പം കിടന്ന് പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ നന്ദ അങ്ങ് പോയിട്ടോ വിഷമിച്ച്. അപ്പോൾ പറഞ്ഞു, നമ്മുടെ പിങ്കി പറഞ്ഞു, ഇപ്പം എൻ്റെ കുറ്റമാണ് ഇവിടെ വിളമ്പുമായിരുന്നല്ലോ, ഏട്ടൻ്റെ കുറ്റം പറഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലേ, പിന്നെ ഞാൻ ചെണ്ടയാണല്ലോ എല്ലാവർക്കും വന്ന് കൊട്ടാന്, ഡ്യൂട്ടി പോലും വേണ്ടെന്ന് വെച്ചേ ഏട്ടൻ പോയത് എങ്ങോട്ടാണെന്നൊന്ന് അന്വേഷിച്ച് വെച്ചോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിങ്കി അങ്ങ് പോയി. അപ്പോഴത്തേക്കും അർജുൻ ഇടി എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു പറഞ്ഞു. അതിനു മുമ്പ് നമ്മുടെ പിങ്കി അങ്ങ് പോയിട്ടോ, അതിനു മുമ്പ് നന്ദയും പോയി. അപ്പോൾ നമ്മുടെ അർജുനും വല്ലാത്തൊരു സംശയത്തിൽ, കാരണം ഡ്യൂട്ടി പോലും മറന്ന് എങ്ങോട്ടായിരിക്കും, അഭിരാമി എന്ന് പറയുന്ന പെണ്ണാരായിരിക്കും, എന്തിനായിരിക്കും പോയതെന്നുള്ള ചിന്ത കയറി വരുമല്ലോ ആർക്കാണെങ്കിലും. അങ്ങനെ നന്ദ ഇരിക്കുമ്പോൾ വീണ്ടും വരികയാണ് കേട്ടോ നമ്മുടെ പിങ്കി. എന്നിട്ട് പറഞ്ഞു, എന്താ തീരുമാനിച്ചതെന്ന് ചോദിച്ചു. അപ്പം നന്ദ പറഞ്ഞു, എന്ത് തീരുമാനിക്കാൻ? ഇപ്പം അങ്ങനെയായോ? അല്ല ഈ ഗൗതമിനെ വിളിച്ചത് അഭിരാമി എന്ന് പറയുന്ന പെണ്ണല്ലേ? അല്ല നീ അഭി പറഞ്ഞത്? അതെ. അല്ല അവൾ ആരാണെന്ന് അറിയണമെന്ന് നിനക്കില്ലേ? അറിയില്ല എന്ന വാശിയിലല്ലേ ഗൗതം സാറ്, അറിയിക്കുകയുമില്ല. അപ്പം പിന്നെ ഞാൻ എങ്ങനെ ഇത് കണ്ടുപിടിക്കാനാ? ഓഹോ, അപ്പം ഗൗതം തയ്യാറാവുന്നത് വരെ നിനക്കിത് കാത്തിരിക്കാനാണോ നിനക്ക് തോന്നുന്നത്? ആലോചിച്ച് കണ്ടുപിടിക്കണം ആ ദുർഭൂതത്തിനെ. ഒരഭിരാമി, അവൾ ആരാ? അല്ല ഈ ഗൗതം എന്തിനാ അവളുടെ പിന്നാലെ ചെയ്യുന്നത്? എനിക്ക് ചോദിക്കാനല്ലേ പറ്റു പിങ്കി, മറുപടി പറയണോ വേണ്ടയോ എന്നൊക്കെ അത് സാറല്ലേ തീരുമാനിക്കുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കുന്നത് എന്തിനാ നന്ദേ? വെറുതെ എല്ലാത്തിനും ഒരു ചൂട് വേണം. ആ ഒരു ചൂടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ചോദിക്കണം, ചോദിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്നവരെ, ആ മറുപടി കിട്ടുന്നവരെ നമുക്ക് സമാധാനം കൊടുക്കാതിരിക്കണം. ചോദിക്കാം, പറയാം, അതിനപ്പുറം ഞാൻ എന്താ ചെയ്യുന്നത്?
അതിൻ്റെ അപ്പുറം നമ്മൾ എന്താ പറയുന്നത്? ഒരാളുടെ വായും മനസ്സും അടച്ചു തന്നെ പിടിക്കണമെന്ന് തീരുമാനിച്ചു വെച്ചേക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നിനക്കാണെന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തത്? ഞാനങ്ങാണോ ആയിരിക്കണം നിന്റെ സ്ഥാനത്ത്. ഞാനുണ്ടല്ലോ, ഞാൻ പറയുന്നില്ല, അവൾ എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ വലിച്ചു കീറിയനെ. അല്ല, നീയല്ലല്ലോ, ഇത് ഞാനല്ലേ. എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പെരുമാറാനും ഒക്കെ അറിയത്തുള്ളൂ. ഇതിൻ്റെ ഫലം നീ തന്നെ അനുഭവിക്കും. ഗൗതം നിന്നെ കറിവേപ്പിലയാക്കും, നീ നോക്കിക്കോ. നീ അത് കഴിഞ്ഞ് എല്ലാം പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിങ്കി അങ്ങ് പോയി. സത്യം പറഞ്ഞാൽ പിങ്കിക്ക് ദേഷ്യം കേട്ടോ. ഇനി ഗൗതമിൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒട്ടും സഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പിങ്കി ഇത്രയും കിടന്ന് ഷൗട്ട് ചെയ്ത്. അങ്ങനെ നന്ദ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ പുഷ്പനാണ് കേട്ടോ. അപ്പോൾ പുഷ്പൻ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. അത് വേറൊരു ഹോസ്പിറ്റലും അല്ല, നമ്മുടെ ഗൗതം ഉള്ള ആ ഹോസ്പിറ്റൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ബില്ലൊക്കെ അടയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ എന്തോ ഒരു ചെറിയ കൊട്ടേഷന് പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ പോയി കൈക്ക് എന്തോ ചെറിയൊരു കെട്ടുമുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്നത്. ഏതായാലും ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഗൗതമും അഭിരാമിയും കൂടെ കടന്നു വരിക. അപ്പം അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ പുഷ്പനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഈ ഒരു സീൻ കാണിച്ചിട്ട് വിശേഷം തീരുകയാണ്. അപ്പം നമുക്ക് അടുത്ത വിശേഷമായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.